എന്താ അവനുമായിട്ട് വല്ല പ്രേമമാണോ? എന്റെ പൊന്നു ചേച്ചി, ആ മൊണ്ണയൊക്കെ ആര് പ്രേമിക്കാൻ? അവന് മര്യാദക്ക് അപ്പി വാരാൻ പോലും അറിയത്തില്ല. ഈ വീഡിയോ എങ്കിലും വൈറലാകുമോ? ചേട്ടൻ പേടിക്കണ്ട, ഇത് ഉറപ്പായിട്ടും ക്ലിക്ക് ആവും. പിന്നെന്താ? അല്ല, പേയ്മെന്റ് അത് പേടിക്കണ്ട, നമുക്ക് റെഡിയാക്കാനുള്ളതുള്ളൂ. അപ്പൊ ഞങ്ങൾ എന്നാ തുടങ്ങിക്കോട്ടെ. ഓക്കെ. എടാ, നമുക്കൊരു 6 പേരെ കൊണ്ടെങ്കിലും റിവ്യൂ പറയിപ്പിക്കണം. 6 പേരോ? അതിപ്പോ എവിടുന്നാ? എടി പൊട്ടി, നിങ്ങൾ 2 പേരല്ലേ, പിന്നെ ഒരു 4 പേരെ കൂടെ ഒപ്പിച്ചാ പോരെ? ഞാനില്ല, ഞാൻ പറഞ്ഞിട്ടുള്ളേ ക്യാമറയുടെ മുന്നിൽ വന്നുള്ള ഒരു പരിപാടിക്ക് ഞാനില്ല. എടി, അതിന് നീ ഇല്ലാത്തൊന്നും പറയൊന്നും വേണ്ട. ഇവിടെ എന്തൊക്കെയാ ഉള്ളതെന്നും പിന്നെ നിനക്ക് എന്താ ഇഷ്ടായെന്നും അതൊക്കെ മതി. നോ പറഞ്ഞ നോയാ, പിന്നെന്തിനാ നിർബന്ധിക്കുന്നത്? നിർബന്ധിക്കും. അതെ, ഇതങ്ങ് ചെയ്തു കൊടുത്ത പൗണ്ടാ കിട്ടാൻ പോകുന്നേ. എന്നാ എനക്കൊന്നും പുരിയല്ല. ഓ, നിനക്ക് പുരിഞ്ചു തരാം, ഒന്ന് അടങ്ങ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഷെഫീത്തിലുള്ള മലയാളികൾക്ക് പ്രത്യേകമായി ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് സെൻട്രൽ ഷോപ്പിലാണ്. UK വന്നിട്ട് നാട്ടിലെ ഫുഡ് നിങ്ങൾക്ക് മിസ് ചെയ്യുന്നുണ്ടോ? എങ്കിൽ ഇങ്ങ് പോരെ, നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. പിന്നെ UK മെയിൻ പ്രശ്നമായിട്ടുള്ള പാർക്കിങ്ങിന്റെ ഇഷ്യൂ ഇവിടെ ഇല്ല. എങ്കിൽ നമുക്ക് അടുത്ത റെക്കോർഡ് ചെയ്യാം. കണ്ടില്ലേ, ഇവിടെ പലതരം അരികളുണ്ട്, പലതരം അച്ചാറുകൾ, പുട്ടുപൊടി എല്ലാം. പിന്നെ ഇവിടെ മിക്സ് വരെ ഉണ്ട്. ഓക്കെ ഓക്കെ, കൊള്ളാം. ആണോ? അവനെ എനിക്ക് അറിയാം. അവനെ പൊക്കിയാലോ? നിൽക്കുന്നവനെ കണ്ടോ? അവല്ലോ പറയോ? നിനക്ക് പറ്റില്ലല്ലോ, അപ്പൊ മിണ്ടാതിരിക്കെ. ഞാൻ അവനൊന്ന് വളയ്ക്കാൻ നോക്കട്ടെ. ഓ അപ്പടിയാ? എന്താ അപ്പടി? റിവ്യൂ എടുക്കുന്ന കാര്യ പറഞ്ഞേ. ഒത്താലൊത്തു. അർജുൻ, ഞാനവിടെ പോയാലും താനവിടെ ഉണ്ടല്ലോ. അതിനെ എനിക്ക് പറയാനുള്ളേ. ബോബി പറഞ്ഞായിരുന്നു നമ്മുടെ നാട്ടിലെ എല്ലാ സാധനവും ഇവിടെ കിട്ടും. എനിക്ക് കുറച്ച് റെഡി ടു ഈറ്റ് അവിയൽ മേടിക്കണം. ഇറ്റ്സ് മൈ ഫേവറേറ്റ്. ഇവിടുത്തെ അവിയൽ നല്ലതാ, എനിക്കും ഇഷ്ടമാ. അർജുൻ, എനിക്കൊരു ഉപകാരം ചെയ്യാവോ? അല്ല, താനീ പറഞ്ഞൊക്കെ ഒന്നോടൊന്ന് ക്ലിയർ ആയിട്ട് പറയാവോ? തന്മാത്രേ. അല്ല, ഈ ഷോപ്പില് നാട്ടിലെ എല്ലാ സാധനങ്ങളും കിട്ടും, പിന്നെ എല്ലാത്തിനും വിലക്കുറവാണ് എന്നൊക്കെ എന്റെ വീഡിയോയിലൊന്ന് പറയാവോ? ഓഹോ, ഡ്യൂട്ടി ആണല്ലേ, ഞാൻ പറയണോ? വേണം. ജെസ്സി, നമസ്കാരം ചേച്ചി. നമസ്കാരം ചേട്ടാ. മലയാളമൊക്കെ കെയർ ഹോമിൽ പോരെ ജെസ്സി? ഇവിടെ എന്താ പരിപാടി? ഇവിടെ കുറച്ച് ഷോപ്പിങ്ങും പിന്നെ ഒരു ചെറിയ വ്ലോഗും. ഇന്നലെ ഡ്യൂട്ടി ഉണ്ടായിരുന്നോ? എന്റെ ചേച്ചി ഒന്നും പറയണ്ട, ഇന്നലെ പവനായിയുടെ താണ്ഡവായിരുന്നു. അപ്പിക്കളിന്ന് വെച്ചാൽ വേറെ ലെവൽ. നിങ്ങൾ രണ്ടാളും കൂടി കഴിഞ്ഞ അപ്പിക്കഥ മാത്രമല്ല, അത് കെയർ ഹോമിൽ ജോലി ചെയ്യുന്നവർക്കറിയാം. ഞങ്ങൾ എപ്പോ ഒരുമിച്ച് കൂടിയാലും കറങ്ങി തിരിഞ്ഞ് അപ്പിക്കഥയെ തന്നെ വന്ന് നിൽക്കും. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ഷെഡ് സ്റ്റോറി കണ്ടിന്യൂ ചെയ്യൂ. ഞാൻ സാധനം മേടിക്കട്ടെ. അജു അല്ലേ? അതെ. എന്താ അവനുമായിട്ട് വല്ല പ്രേമമാണോ? നിങ്ങളൊക്കെ നാട് വിട്ടെന്നേ ഉള്ളല്ലേ, ബാക്ക്ഗ്രൗണ്ട് ഇപ്പോഴും സദാചാരം തന്നെ. എന്റെ പൊന്നു ചേച്ചി, ആ മൊണ്ണയൊക്കെ ആര് പ്രേമിക്കാൻ? അവന് മര്യാദക്ക് അപ്പി വാരാൻ പോലും അറിയത്തില്ല. അങ്ങനെയല്ല, അവനെ കണ്ടിട്ടൊരു പാവാന്ന് തോന്നുന്നു. അയ്യോ, എനിക്ക് അവനെ കൊണ്ട് റിവ്യൂ പറയിപ്പിക്കാനുള്ളതാ. ഞാൻ എന്നാ പോട്ടെ. ശരി, എന്നാ നടക്കട്ടെ. എൻ്റെ പൊന്നോ, ഇതൊക്കെ എവിടെ നിന്ന് കയറി വരുന്നു? സുന്ദരി കുട്ടി, അല്ല ഹിന്ദിക്കാരിയായിരിക്കും. ഒന്ന് മുട്ടി നോക്കിയാലോ? കഴിഞ്ഞല്ലേ പോവാമോ? നിന്റെ ഷോപ്പിംഗ് കഴിഞ്ഞോ? എന്റെ കഴിഞ്ഞു. എനിക്കൊരു 1-2 സാധനം കൂടെ എടുക്കാനുണ്ട്. എനിക്കറിയാം, പെൺപിള്ളേരെ കാണുമ്പോൾ നിങ്ങളുടെ ഒരു ചാഞ്ചാട്ടം. എടാ, പ്രശംസിച്ചില്ലേലും അവഹേളിക്കല്ലേ. നിനക്കാൾ ഡ്യൂട്ടി ഇല്ലേ? നിനക്ക് കൊണ്ടുപോകാൻ നാളെ ഒരു സ്പെഷ്യൽ റെസിപ്പി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന് 2 സാധനം കൂടെ എനിക്ക് കിട്ടണം. പെണങ്ങല്ലേ മൊത്തേ? എന്നാ പിന്നെ ഞാൻ ഇച്ചയ്ക്ക് അച്ചാർ എടുത്തോണ്ട് വരാം. ഓക്കെ ഓക്കെ. ഹായ് ഗായ്സ്, ഇവിടെ സെൻട്രൽ ഷോപ്പിൽ
അത് നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. വേറെ ഷോപ്പുകളെ അപേക്ഷിച്ച് റേറ്റും കുറവാണ്. മതിയിലാണോ? മതി, കൊള്ളാം. നമ്മളൊന്നും വേണ്ട വീഡിയോയില്. പിന്നെ വേണ്ടേ, തീർച്ചയായിട്ടും വേണം. ചേട്ടന്റെ റിവ്യൂല് ഹൈലൈറ്റ്. റെക്കോർഡ് ചെയ്തോ? ചേട്ടൻ ഇങ്ങോട്ട് നിക്കണേ, ഡയലോഗ് ഞാൻ പറഞ്ഞുതരാം. ഡയലോഗ്? എന്റെ പൊന്നു ജെസ്സി, ഈ ഷോപ്പിനെ കുറിച്ച് പറയാനല്ലേ? സിമ്പിൾ, നീ സ്റ്റാർട്ട് ചെയ്യ്, റെക്കോർഡ് ചെയ്തോ? ഓക്കെ, തുടങ്ങിക്കോ. കേരളത്തിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ മിസ്സായത് നമ്മുടെ കേരള ഫുഡാണ്. അപ്പോഴാണ് എനിക്ക് ഈ ഷോപ്പിനെ പറ്റി അറിയാൻ പറ്റിയത്. ഷെഫീൽഡിലെ ഏറ്റവും വലിയൊരു മലയാളി ഷോപ്പാണ്. ഫ്രണ്ടിൽ പാർക്കിംഗ് ഉണ്ട്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ lots and lots of varieties of masalas here. बहुत तरह तरह का देखो कितना टाइप का चावल है इधर, ये सब इधर मिल जाता है. ചേട്ടാ ചേട്ടാ, മലയാളം മതി. ഇപ്പൊ പറഞ്ഞിട്ട് ഒന്നുകൂടെ പറയാമോ? ഓക്കെ, ഒന്നുകൂടെ എടുക്കാം നമുക്ക്. ഗിരിയേട്ടൻ എന്നാ ഉണ്ട്? സുഖം. ബിസിനസ് ഒക്കെ എങ്ങനെ പോകും? ഇങ്ങനെ തട്ടിമുട്ടി പോകും. അടിപൊളി. ഞാൻ വന്നേ ഉള്ളി ഇരിപ്പുണ്ട്, ചെറിയ ഉള്ളി. ബീഫ് എന്തായാലും വെക്കാനായിരുന്നു. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഇവിടെ കിട്ടും. അടിപൊളി, സൂപ്പർ. ഓക്കെ അല്ലേ? My God, what a woman. ഒരു ഇൻട്രോ കൊടുക്കാം. ഹായ്. കണ്ടിട്ട് നല്ല പരിചയം തോന്നുന്നു. നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടോ? ആണോ? ഞാൻ ഇന്നലെ UK വന്നതേ ഉള്ളൂ. അത് ശരി. ഞാൻ UK അറിയപ്പെടുന്ന ഒരു വലിയ വ്ളോഗറാണ്. എൻ്റെ പേര് സൽമാൻ. എൻ്റെ വ്ളോഗിൻ്റെ പേര് സത്യവാൻ വ്ളോഗ്സ്. അതിനിപ്പോൾ ഞാൻ എന്ത് വേണം? ഒന്നും വേണ്ട, ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കെ. പിന്നെ ആങ്കറിങ്ങിൽ വല്ല താല്പര്യം ഉണ്ടെങ്കിൽ ഈ യൂട്യൂബുകാരെ കാണുന്നത് തന്നെ കലിയ. അപ്പോൾ ശരി, പിന്നെ കാണാം. ഇതൊക്കെ പോയി സൊന്നെ ചുമ്മാ ഇൻട്രോ ഒത്തില്ല, പക്ഷെ അവള് കൊള്ളാം. ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ. അവൾ എങ്ങനെയും സെറ്റാക്കണം. അർജുൻ ഇവിടെ ഉണ്ടായിരുന്നോ? ബസ് കിട്ടില്ലോ. അർജുൻ ഇവിടെ താമസം? ഞാൻ വെസ്റ്റില്ല താമസം. ഞാനും ഇവിടെയാണ്. അവിടെ എവിടെ? വെസ്റ്റ് സ്ട്രീറ്റ് അപ്പാർട്ട്മെന്റ്സിൽ. അതറിയില്ല, ഞാൻ സ്റ്റുഡന്റ് ഹോസ്റ്റലാ. ഇവിടെ വന്നിട്ട് എത്ര ആളായി? 1 വർഷമായി. 1 വർഷമായോ? ഓഹോ, അപ്പൊ ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ. അത്യാവശ്യം ഉണ്ട്. എന്നെ ഫ്രണ്ട് ആയിട്ട് കണ്ടൂടെ? അതിന് അർജുൻ ഓൾറെഡി എന്റെ ഫ്രണ്ട് അല്ലേ? അങ്ങനെയല്ല, കുറച്ചും കൂടി സ്ട്രോങ് ഫ്രണ്ട്ഷിപ്പ്, ലൈക്ക് എ ബെസ്റ്റി. അതിന്റെ ആവശ്യമില്ല. ജെസ്സി, ഒരു കാര്യം ചോദിക്കട്ടെ? എന്നാ എന്നാ? തനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ? ഇല്ല. തനിക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടോ? എനിക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു നാട്ടിൽ വെച്ചിട്ട്. ഇപ്പൊ വേറെ ആരെങ്കിലും നോക്കണം. ഓൾ ദി ബെസ്റ്റ്. Next stop by request will be West Street for City Hall. നീയായിരുന്നു ജെസ്സി അല്ലേ? അതെ. യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. ആണോ? സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? അതൊക്കെ അപ്ലൈ ചെയ്ത്. ലാസ്റ്റ് വീഡിയോ നാട്ടിയത് കൊണ്ടുവന്ന് പലഹാരപ്പൊതി അൺബോക്സിംഗ് അല്ലേ? അതെ. എന്നിട്ട് എനിക്കൊന്നും കിട്ടിയില്ലല്ലോ. അടുത്ത വീഡിയോ തരാം. സത്യം പറഞ്ഞാൽ ജെസ്സിയുടെ ഒരു ആരാധകനാ. ആണോ? നാട്ടിലോട്ടാണ്? ഞാൻ കോട്ടയം. തന്റെ നാട് എവിടെയാ? ഞാൻ ട്രിവാൻഡ്രം. അത് എനിക്കൊന്ന് ഡ്യൂട്ടി ഇല്ലേ ഇന്ന്? സമയമായി പോവാ. കാരണം ഞാൻ നോക്കണം. നിങ്ങൾ വന്നു ഒരു കാര്യം പറ്റി. ഞാനൊരു വിധം ടൂണാക്കിക്കൊണ്ടിരിക്കണേ, അതിന്റെ ഇടയ്ക്ക് ഞാൻ ഉണ്ടാക്കരുത്. എടാ ഞാൻ തള്ളിയതാടാ. അവളുടെ ബ്ലോഗ് കാണുമ്പോൾ അവളുടെ വായി ചാറ് കോരി ഒഴിക്കാൻ തോന്നും. അത്രയ്ക്ക് മുഞ്ചി വർത്താരും. അല്ല, നിനക്ക് ബ്രിട്ടീഷുകാരെ മാത്രമേ ഇഷ്ടമുള്ളൂ, ഇന്ത്യക്കാരെയൊക്കെ പുച്ഛമായിരുന്നല്ലോ. ഇപ്പൊ എന്ത് പറ്റി? ശക്തി കുത്തല്ല ഷെറിനെ, എന്തോന്നാലും നമ്മളൊക്കെ ഇന്ത്യക്കാരല്ലേ. ഉണ്ടാക്ക്. ആ ഓറഞ്ച് ഡ്രസ്സിട്ടാ പെണ്ണിന്റെ ഡീറ്റെയിൽസ് തരും. 10 പൗണ്ട്. 10 പൗണ്ടാ? മിനിമം ഒരു 100 പൗണ്ടെങ്കിലും തരണം.
മുതലെടുക്കലടാ അജു. ഒന്നുമില്ലെങ്കിൽ നമ്മളൊക്കെ ഇന്ത്യക്കാരല്ലേ, മറന്നോ നീ? എന്തെങ്കിലും ആട്ടെ, നോക്കാം. ഞങ്ങൾ അങ്ങോട്ട് പോക്കോട്ടെ, ഞങ്ങൾ ആ വഴിക്കാം. ഓക്കെ ബൈ ബൈ. ബിജോളിയാ, നീ എവിടെയാ? ഞാൻ വീട്ടിലുണ്ട്. എന്താ വല്ല പരിപാടി ഉണ്ടോ? പരിപാടിയൊന്നുമില്ല, ഇന്ന് മഞ്ജുവിന് ഓഫാണ്. ഞാനേ പിന്നെ വേറൊരു കാര്യം ചോദിക്കാൻ വേണ്ടി എന്നെ വിളിച്ച. ആ പറ. ഞാനേ നമ്മുടെ സെൻറ് ജാൾ ഷോപ്പിൽ അവിടെ വെച്ചിട്ട് പെങ്കൊച്ചിനെ കണ്ടില്ല. കണ്ട വഴി ഞാൻ ഫ്ലാറ്റ്. ഞാൻ എന്താ വേണോ? ഷെഫീൽഡിൽ നിനക്കറിയാൻ പറ്റാത്ത ഇന്ത്യൻസ് ഒന്നും ഇല്ലല്ലോ. ഞാൻ ആ ഫോട്ടോ വാട്സപ്പിൽ ഇടാം. എനിക്ക് ആ ഡീറ്റെയിൽസ് ഒന്ന് എടുത്താൽ. കണ്ടിട്ടൊരു ഹിന്ദിക്കാരിയാണ് അത് തോന്നുന്നത്. ആ നീ അയക്ക്, ഞാൻ നോക്കാം. താങ്ക്സ് മുത്തേ. മടാ എടുത്തോ. ഒരു മിനിറ്റ്. ഹലോ അജു. ഹലോ ജെസ്സി. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. വേറെ ഒന്നും തോന്നരുത്. ആ, നിന്റെ ഇന്നത്തെ പെർഫോമൻസ് കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഇത് ഇങ്ങോട്ടേക്കേ വന്ന് നിൽക്കുള്ളൂ എന്ന്. എന്ത്? സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് പറഞ്ഞ കാജു, എനിക്ക് താല്പര്യമില്ല ഇങ്ങനെ പ്രേമിച്ച് നടക്കാനും കറങ്ങാനും ഒന്നും. അതിന് നീ വേറെ ആളെ നോക്ക്. അതിന് നിന്നെ ആര് പ്രേമിക്കണത്? അശ്ശേ, ഒരു സ്ട്രൈറ്റ് ഫോർവേഡ് കാര്യം. അതല്ലേ, പിന്നെന്താ? അതെ, ഈ സ്റ്റെഫിക്ക് ബോയ് ഫ്രണ്ട് കണ്ട. ഓഹോ, അപ്പൊ അവളെ ലൈൻ അടിക്കാനുള്ള പ്ലാൻ ആണല്ലേ? എന്നെ പൊന്നു ജെസ്സി, എനിക്കല്ല, എൻ്റെ ഫ്രണ്ട് ചോദിച്ചിട്ടാ. പറ്റുമെങ്കിൽ പറ. ഓ, അവൾക്ക് ലൈൻ ഉണ്ടോന്നൊന്നും അറിയത്തില്ല. ആള് കുറച്ച് ഇൻട്രോവേർട്ടാണ്. ആ, നോക്കട്ടെ. എടി, ഹെൽപ്പ് ചെയ്ത സെന്റ് ജാൾ ഷോപ്പില് എന്ത് സാധനം വേണമെന്ന് എനിക്ക് മേടിച്ചു തരാം. ആണോ? എങ്കിൽ സെറ്റാക്കാം. ഹലോ ഹലോ ഉമേഷ് ചേട്ടൻ. എന്താടാ? എൻ്റെ ചേട്ടാ, ഞാനത് പെണ്ണിനെ കണ്ടു. ഒറ്റ നോട്ടത്തിൽ ഞാൻ വീണെന്ന് പറഞ്ഞാൽ ഞാൻ തലയും കുത്തി വീണു. എനിക്ക് എങ്ങനെയാലും അവളെ സെറ്റാക്കണം. നീ എവിടെ വെച്ചാ കണ്ടേ? സെൻജാൾ ഷോപ്പ്. ഫോട്ടോ ഉണ്ട് എൻ്റെ കയ്യിൽ, വാട്സപ്പ് ചെയ്യാം. എനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല, ഞാനും നോക്കാം. നിങ്ങളല്ലേ ഇവിടുത്തെ ജീവനുള്ള ഗൂഗിള്. ആളെ സെറ്റാക്കി തന്ന 200 pounds. ആ എങ്കിലും ഓക്കെ.